വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് കാശ്മീര. ഞാൻ യൂഷ്വലി ഫാഷൻ ആൻഡ് ബ്യൂട്ടി വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യാറ്. ബട്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണിയാണ്. ആൻഡ് ഈ ഒരു വീഡിയോ എനിക്ക് നല്ല സ്പെഷ്യലാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി സെർച്ച് വീഡിയോ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യും എന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അണ്ടർ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻ ഡിസ്റ്റർബൻസും ലാക്ക് ഓഫ് കോൺഫിഡൻസും ഒക്കെ തന്നെ ഞാൻ ഗോ ത്രൂ ചെയ്തുകൊണ്ട് എനിക്കറിയാം അത് എത്രത്തോളം നമ്മളെ വെൽബീങ്ങിനെ എഫക്റ്റ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ ഓർത്തു കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോനെ കൊണ്ട് യൂസ്ഫുൾ ആയാലോ എന്ന്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ എൻ്റെ ചെറുതാം മുതലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത് നല്ല സ്ലോ ആയിരുന്നു. ആൻഡ് ഈ ടൈമിലൊന്നും ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരുന്നില്ല. പക്ഷേ പിന്നെ അതെന്നെ മെല്ലെ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അതേപോലെ ഒരു എക്സ്ട്രാ സ്മോൾ ഡ്രസ്സ് വാങ്ങിയാൽ വരെ അത് ഓൾട്ടർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് ഇതിനെക്കാട്ടും വേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലോ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് കമൻസ് ആണ്, അയ്യോ ക്ഷീണിച്ചു പോയല്ലോ, അയ്യോ മെലിഞ്ഞു പോയല്ലോ, അങ്ങനെ കുറേ. ആൻഡ് ഈ ടൈമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ വെയിറ്റ് ഗെയിൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പൊതുവേ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് ഈ ഒരു റെസിപ്പീസും എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വർക്കൗട്ടൊക്കെ തുടങ്ങി. ആൻഡ് അതുവരെ എൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 38 അല്ലെങ്കിൽ ഒരു മാക്സിമം 39 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വർക്കൗട്ട് തുടങ്ങി ഒരു 1 മന്തിന് ശേഷം ഞാൻ വെയിറ്റ് മെഷീൻ നോക്കിയപ്പം ഫൈനലി 40 കണ്ടു. ജസ്റ്റ് 1 kg ആണെങ്കിൽ പോലും ഐ വാസ് സോ ഹാപ്പി. അതെനിക്ക് നല്ലൊരു മോട്ടിവേഷനും ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നു. എനിക്ക് വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വെയിറ്റ് കൂടുന്നതിനൊപ്പം തന്നെ എനിക്ക് വിസിബിളി കുറേ ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങി. എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ ഒരു കോൺഫിഡൻസും എല്ലാം ഇമ്പ്രൂവ് ആയി. ആൻഡ് ഈ റിസൾട്ട്സ് കാരണം തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുകയാണ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. നിങ്ങളൊരു 2 days പോയിട്ട് ഒരു 2 days ലീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ജിമ്മ് നമ്മളൊരു 20% മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കി 80% നമ്മളുടെ ഫുഡ് ഇൻടേക്ക് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡയറ്റ് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കിലായിരുന്നു. ആൻഡ് ഞാൻ ഒരിക്കലും എല്ലാ ദിവസവും ചിക്കൻ കഴിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ചിക്കൻ ആണെങ്കിൽ പിറ്റേ ദിവസം പൊട്ടേറ്റോ, പനീർ, സോയാബീൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ആയിരിക്കും. പിന്നെ ഞാൻ പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം ഒരു ഷേക്ക് കുടിക്കാറുണ്ടായിരുന്നു. നേന്ത്രപ്പഴം, പാലും, ഡേറ്റ്സും പീനട്ട് ബട്ടറും, ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഷേക്കാണ്. ഇത് അടിപൊളിയാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലാണ് കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഷേക്ക് കുടിക്കുമ്പോൾ നമ്മുടെ കവിളൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തുടുക്കാനും ഒരു ഗ്ലോ ഒക്കെ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് നിങ്ങളുടെ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പ്രൊഫഷണലി ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു മെലിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ എനിക്ക് എല്ലാം നോർമലായിരുന്നു, തൈറോയ്ഡ് ലെവൽസ് എല്ലാം നോർമലായിരുന്നു. മെഡിക്കലി ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് എനിക്കൊരു ഐഡിയ തരാം. 2 ടൈപ്പ് ഓഫ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസും ഒന്ന് ഹൈപ്പർ തൈറോയിഡിസും. അപ്പം നോർമലി ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ നേരെ ഓപ്പോസിറ്റ് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും. പ്ലസ് ഈ ഡിസോർഡേഴ്സിൻ്റെതായിട്ടുള്ള ബാക്കി സിംറ്റംസും കൂടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതിൻ്റെ വേറെ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് മെൻസസ് ഒക്കെ നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഓൾറെഡി ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റീസെൻ്റ്ലി ജസ്റ്റ് ഒരു കാഷ്വലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് TSH കൂടുതലാണെന്ന്. ദാറ്റ് മീൻസ് എനിക്ക് ഹൈപ്പോ തൈറോയിഡ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ ആക്ച്വലി വെയിറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് വെയിറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പം ആ ഡോക്ടറാണ് പറഞ്ഞത്, ചില റെയർ കേസിൽ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ TSH ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്ന്.
അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഒരു ഭാഗത്ത് ജിമ്മിൽ പോയി വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നെങ്കിൽ കൂടെ എൻ്റെ ആ ഒരു ഗെയിൻ കുറച്ച് സ്ലോ ആയിരുന്നു. ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് 50 kg ആണ്. അപ്പം ഞാൻ ഈ 38-ന്ന് 50 kg ആവാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 to 3 years എടുത്തു. കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരു 10 kg വെയിറ്റ് ഒക്കെ ജസ്റ്റ് 2 to 3 months കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ കൂടെ വേറൊരു സൈഡിൽ എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റും ബാക്കി വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു TSH ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ കൂടെ പാരലായിട്ട് തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റും എടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ Instagram ID ഞാൻ താഴെ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് DM ചെയ്യാം. അതേപോലെ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.